സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. അരികിലൊന്നണയാൻ മാറിലലിയാൻ ആ മുറിപ്പാടിൽ ചുംബിക്കുവാൻ ആദികൾ നിറയും നീ നാളുകളിൽ അതിയായുള്ള കൊതിച്ചിടുന്നു നാഥ അതിയായുള്ള കൊതിച്ചിടുന്നു. അരികിലൊന്നണയാൻ മാറിലലിയാൻ ആ മുറിപ്പാടിൽ ചുംബിക്കുവാൻ ആദികൾ നിറയും നീ നാളുകളിൽ അതിയായുള്ളം കൊതിച്ചിടുന്നു നാഥ അതിയായുള്ളം കൊതിച്ചിടുന്നു. അന്യനായെന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ. അന്യയായിന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ. അനുകമ്പയോടെ നീയോർത്തുവെങ്കിൽ ആകാശഭവനെ ചേർത്തുവെങ്കിൽ അനുകമ്പയോടെ നീയോർത്തുവെങ്കിൽ ആകാശഭവനെ ചേർത്തുവെങ്കിൽ നാഥ അതിയായുള്ളം കൊതിച്ചിടുന്നു. അരികിലൊന്നണയാൻ മാറിലലിയാൻ ആ മുറിപ്പാടിൽ ചുംബിക്കുവാൻ ആദികൾ നിറയും നീ നാളുകളിൽ അതിയായുള്ള കൊതിച്ചിടുന്നു നാഥ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ യെരുശലേമിൻ്റെ പണി ശിഷ്യന്മാർ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതിനോട് ബന്ധപ്പെട്ട് കർത്താവ് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ശിഷ്യന്മാർ നിൻ്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട് കർത്താവ് അനവധി കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നതായി കാണാം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ചുള്ള അടയാളമാണ് കർത്താവ് പറയുന്നത്. അടയാളങ്ങൾ കാണുമ്പോൾ നാം എന്ത് ചെയ്യണം? അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ, അക്കമിട്ട് ഒത്തിരി അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ആ കൂടെ കർത്താവ് പറഞ്ഞു കൊടുത്ത ഒരടയാളം നോഹയുടെ കാലഘട്ടം എന്നാണ്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ആളുകൾ ബോധിച്ചതുപോലെ ജീവിച്ചു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണ്? വെറുതെ പറഞ്ഞതല്ല. ഈ കാലഘട്ടത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യരെ നോക്കിയാൽ ഓരോരുത്തരും ബോധിച്ചതുപോലെ ജീവിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യൻ്റെ ഭക്ഷണ രീതിയിൽ, മനുഷ്യൻ്റെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ, മനുഷ്യൻ അറിവ് നേടുന്ന കാര്യങ്ങളിൽ, മനുഷ്യൻ്റെ യാത്രയിൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും മനുഷ്യർ വ്യത്യസ്തരായി തീർന്നു. എല്ലാ നിലയിലും ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പസ്തലനായ പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, ഭക്തികെട്ട ലോകം എന്നാണ്. ആ വാക്യത്തിൽ അപ്പസ്തലൻ ചിത്രീകരിക്കുന്നത് ഭക്തികെട്ട ലോകം എന്ന് പറയുകയാണ്. അപ്പോൾ ഭക്തിയില്ലാത്ത കാലഘട്ടം. സങ്കീർത്തന പുസ്തകത്തിൽ 12-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വളരെ കേണപേക്ഷിക്കുകയാണ്, കരയുകയാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്ന സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കർത്താവ് അടയാളം പറയുകയാണ്, നിൻ്റെ വരവിന് ലോകാവസാനത്തിനുമുള്ള അടയാളം എന്ത്? അടയാളം കാണുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ബോധിച്ചതുപോലെ നടന്ന കാലം, പഴയ ചരിത്രമാണിത്. ഒരു ന്യായവിധി ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആ അടയാളമാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. ആ കാലഘട്ടത്തിൽ, നോഹയുടെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ആളുകൾ വളരെ ബോധിച്ചതുപോലെ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തിൽ അറിയപ്പെടുന്ന മഹാന്മാർ അനവധി ജീവിച്ച് കടന്നുപോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തുല്യം ചെല്ലാൻ പറ്റാത്ത അനവധി മകൾ വ്യക്തികൾ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം മൺമറഞ്ഞുപോയി. എന്നാൽ ഈ ലോകത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ കർത്താവ് പറയുകയാണ്, നോഹയുടെ കാലഘട്ടത്തിലേക്കൊന്ന് നോക്കണം, അത് ഓരോരുത്തരും ബോധിച്ചതുപോലെ ജീവിച്ചു എന്ന് പറയുന്ന ആ കാലഘട്ടം. രണ്ടാമത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നോക്കുമ്പോൾ, ദൈവം ആ കാലഘട്ടത്തിൽ സംസാരിച്ചു, മനുഷ്യനോട് സംസാരിച്ചു. പക്ഷേ ദൈവം സംസാരിച്ചത് കേൾക്കാൻ മനസ്സില്ലാത്ത കാലമായിരുന്നു. അപ്പോൾ കർത്താവ് അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്. നോഹയുടെ കാലഘട്ടത്തിലെ 2-ാമത്തെ കാര്യം അതായിരുന്നു. ബോധിച്ചതുപോലെ ആളുകൾ ജീവിച്ചത് മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ, ഒരു ദൈവമുണ്ട് എന്ന് ചിന്തിക്കുവാൻ ആ കാലഘട്ടത്തിലെ തലമുറയിലെ ആരും തയ്യാറായിരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നിൻ്റെ പ്രത്യേകത എന്താണ്? എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രത്യേകത? മനുഷ്യർ ദൈവം എന്തെങ്കിലും സംസാരിച്ചാൽ അത് കേൾക്കുവാൻ മനസ്സില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് പഴയ നോഹയുടെ കാലഘട്ടം പോലെ തന്നെ ഈ കാലഘട്ടത്തെയും നമുക്ക് വിലയിരുത്താൻ സാധിക്കും. വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും വൈവിധ്യമാർന്ന ശാസ്ത്ര പുരോഗതി കൊണ്ടും ഒക്കെ ആളുകൾ ധന്യരാണ്, വലുതായി, അതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരു കാലഘട്ടം. അപ്പോൾ കർത്താവ് നോഹയുടെ കാലഘട്ടത്തെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. ആ കാലഘട്ടത്തിൽ ബോധിച്ചതുപോലെ നടക്കുകയും ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ മനസ്സില്ലാത്ത മനുഷ്യനെയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് ഏതെങ്കിലും സ്ഥലത്ത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആളുകൾക്ക് താല്പര്യമില്ല. ഇന്നത്തെ യുവതലമുറയെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ദൈവം ഉണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്ന തലമുറ, ദൈവത്തിന് എതിരെ ജീവിക്കുന്ന തലമുറയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മദ്യം കഴിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും സന്തോഷം പങ്കുവെക്കുവാനുള്ള വലിയ ത്വരയാണ് ചെറുപ്പക്കാരായ ആളുകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കാലഘട്ടം പഴയ കാലഘട്ടത്തെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്.
അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമാണ്, യേശുക്രിസ്തു പറഞ്ഞ അടയാളം തന്നെയാണ് ഇന്ന് നിറവേറുന്നത് എന്നുള്ള കാര്യം. ആ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. നോഹയുടെ കാലഘട്ടത്തിൽ ആളുകൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വീണ്ടും നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ അവർക്ക് ബോധിച്ച ആളുകളെ വിവാഹം കഴിച്ചു എന്ന് അവിടെ പറയുകയാണ്. അവിടെ പറയുമ്പോൾ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസത്തിനും സ്നേഹത്തിനും അതിനനുസരിച്ചുള്ള വിവാഹബന്ധം അല്ല അവരെടുത്തത്, അവർക്ക് ബോധിച്ചതുപോലുള്ള വിവാഹം അവർ എടുത്തു. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിലെ വിവാഹബന്ധങ്ങളും നമ്മൾ നോക്കണം. ഈ കാലഘട്ടത്തിലെ വിവാഹബന്ധം എന്താണ്? ഇന്ന് വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വേദഭാഗത്ത് പറയുന്ന വിവാഹത്തെക്കുറിച്ചുള്ള ഒത്തിരി വിവക്ഷകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കർത്താവ് ഈ കാലഘട്ടത്തിലെ ശ്രദ്ധിക്കേണ്ട, ഈ അടയാളം കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ അവരുടെ വിവാഹം നല്ല രീതിയിലായിരുന്നില്ല. നമുക്ക് ഈ കാലഘട്ടത്തെ വിലയിരുത്താം. ഇന്ന് പുരുഷനെ വിവാഹം കഴിക്കുന്ന കാലഘട്ടമല്ലേ? സ്ത്രീയെ വിവാഹം കഴിക്കുന്ന കാലഘട്ടമല്ലേ? അതുപോലെ തന്നെ ചില ആളുകൾ മൃഗങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, പാമ്പിനെയും പട്ടിയെയും വിവാഹം കഴിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദൈവം പാവനമായി മനുഷ്യന് കൊടുത്ത കുടുംബജീവിതത്തിൻ്റെ ചരിത്രം അത് തരിപ്പണമാക്കിയ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. യൂറോപ്പിനെന്താ സംഭവിച്ചത്? അമേരിക്കൻ ഐക്യനാടുകൾക്ക് എന്താ സംഭവിച്ചത്? അവിടെയുള്ള കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ്? ഭാര്യാഭർത്തൃ ജീവിതത്തെക്കുറിച്ച് തെറ്റിപ്പോയ ഒരു തലമുറയിലാണ് ജീവിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അടയാളം ഭയങ്കരമായ അടയാളമാണ്. നോഹയുടെ കാലഘട്ടത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് അടയാളമായി പറഞ്ഞത്. ആ കാലഘട്ടത്തിലെ 3 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. 4-ാമത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, മനുഷ്യൻ്റെ ദുഷ്ടത ഏറ്റവും വർദ്ധിച്ചു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിക്കണം. അടയാളമായി പറഞ്ഞത് നോഹയുടെ കാലഘട്ടമാണെങ്കിൽ മനുഷ്യൻ്റെ ദുഷ്ടത ഏറ്റവും വർദ്ധിച്ചു എന്ന് വളരെ ശക്തമായി പറയുകയാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ മനുഷ്യൻ അങ്ങനെ പെരുകി വരുമ്പോൾ നോഹയുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിച്ചത്? മനുഷ്യൻ്റെ ദുഷ്ടത ഏറ്റവും വർദ്ധിച്ചു. എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ദുഷ്ടതയായിട്ട് ചെയ്യുന്നത്? വളരെ വികൃതമായ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. പണ്ട് നമ്മൾ കൊലപാതകങ്ങളും കൊള്ളിവെപ്പുകളും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ആളുകൾ ചെയ്യുന്ന തിന്മയായ പ്രവൃത്തികൾ എത്രയോ തിന്മയായ പ്രവൃത്തികളാണ്. ഇന്ന് കൂട്ടത്തോടെ ആളുകളെ കൊല ചെയ്യുന്ന, കൂട്ടത്തോടെ ആളുകളെ നശിപ്പിക്കത്തക്ക രീതിയിൽ ചിന്തിക്കുന്ന വളരെ വക്രത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദുഷ്ടത ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ അടയാളം നമ്മളും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് പറയുകയാണ്, ഈ അടയാളങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോഹയുടെ കാലത്തെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയുകയാണ്. വായിച്ച ഭാഗത്ത് പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ നോഹ ചെയ്ത ഒരു കാര്യമുണ്ട്. നോഹ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നോഹ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തരായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തെ നമ്മൾ നോക്കിയാൽ ദുഷ്ടത വർദ്ധിച്ചു. ഓരോരുത്തരും ബോധിച്ചതുപോലെ ജീവിക്കുന്നു. ഇതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ മാത്രം വേറെ രീതിയിൽ ജീവിക്കുകയാണ്. അത് നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ദുഷ്ടതയും തിന്മയും എല്ലാം വർദ്ധിച്ച ഈ കാലത്ത് ദൈവം ആ നോഹയോട് പറയുകയാണ്, ഈ ദുഷ്ടത നിറഞ്ഞ ആളുകളെ ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ജലപ്രളയം കൊണ്ടാണ് നശിപ്പിക്കുന്നത് എന്ന് നോഹയോട് പറഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാമോ? ഈ ജലപ്രളയം വന്ന് ലോകത്തെ മുഴുവൻ മുക്കി, സകല ജനത്തെയും ആ വെള്ളത്തിനടിയിൽ മുക്കി ന്യായവിധി നടത്താൻ ഞാൻ തീരുമാനിച്ചു എന്ന് ദൈവം നോഹ എന്ന് പറയുന്ന മനുഷ്യനോട് പറയുകയാണ്. അതുകൊണ്ട് ഈ കാര്യം ലോകത്തിലെല്ലായിടത്തും പോയി ഒന്ന് പറയണം എന്ന് നോഹയോട് പറഞ്ഞു. അതുകൂടാതെ നിൻ്റെ രക്ഷയ്ക്കും നീ പറയുന്ന സന്ദേശം വിശ്വസിക്കുന്ന ആളുകളുടെ രക്ഷയ്ക്കും വേണ്ടി ഒരു വലിയ കപ്പലുണ്ടാക്കണമെന്നും ദൈവം നോഹയോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിൻ്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ
അനവധി അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരടയാളമാണ് നമ്മൾ ചിന്തിച്ചത്. നോഹയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദുഷ്ടത പെരുകി, മനുഷ്യർ തോന്നിയതുപോലെ ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനെ നശിപ്പിച്ച് കളയുവാൻ ദൈവം തീരുമാനിക്കുകയാണ്. ഇന്നും ഈ അടയാളങ്ങൾ ഇന്നും നടക്കുന്നതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ന്യായവിധി വരാൻ പോവുകയാണ്. നോഹയുടെ കാലഘട്ടത്തിലെ ദുഷ്ടത വർദ്ധിച്ചതുകൊണ്ടും ബോധിച്ചതുപോലെ ജീവിച്ചതുകൊണ്ടും പവിത്രമായി ദൈവം സ്ഥാപിച്ച വിവാഹം നശിപ്പിച്ചതുകൊണ്ടും ദൈവം ആ ലോകത്തിലുള്ള സകല മനുഷ്യനെയും ന്യായം വിധിച്ച് നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിന് എന്താണ് വ്യത്യാസമുള്ളത്? ഈ കാലഘട്ടത്തിലും ദുഷ്ടത വർദ്ധിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും മനുഷ്യൻ കൊലയും കൊള്ളിവെപ്പും വർദ്ധിച്ചു വരികയാണ്. ഈ കാലഘട്ടത്തെയും ദൈവം എന്ത് ചെയ്യുമെന്നറിയോ? ന്യായം വിധിക്കും. ഉറപ്പാണ്. ദൈവത്തിൻ്റെ ന്യായവിധി ഈ ഭൂമിയിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തിന്മയെ സ്നേഹിച്ച്, തിന്മയെ ഇഷ്ടപ്പെട്ട്, തിന്മ ചെയ്ത് ജീവിക്കുന്ന ആർക്കും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. നോഹയോട് ദൈവം പറഞ്ഞത്, ഇതാ ഇങ്ങനൊരു ന്യായവിധി വരാൻ പോവുകയാണ്, അതുകൊണ്ട് നീ പെട്ടകമുണ്ടാക്കി, നീ ഒരു മനോഹരമായ വലിയ കപ്പലുണ്ടാക്കി എല്ലാവരോടും പറഞ്ഞ് ഇതിൽ കയറുന്ന ആളുകൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. നോഹ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് കപ്പലുണ്ടാക്കുന്നു, വേറൊരു ഭാഗത്ത് ഇതാ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തെ നശിപ്പിക്കുമെന്നുള്ള സന്ദേശം അവിടെ പോയി താൻ പറഞ്ഞു. നോഹയുടെ പ്രസംഗം കേട്ടിട്ടുള്ള ആരും തന്നെ അത് വിശ്വസിച്ചതായി നമ്മൾ കാണുന്നില്ല. എല്ലാവരും അതിനെ അവിശ്വസിക്കുകയാണ്. എല്ലാവരും അതിനെ ചോദ്യം ചെയ്യുകയാണ്. അതിനൊരു കാരണം, നോഹയുടെ കാലഘട്ടം വരെ ഈ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. ആകാശത്ത് നിന്ന് മഞ്ഞ് വീണും ഭൂമിയിൽ മഞ്ഞ് പൊന്തിയും അങ്ങനെ കൃഷിയിടങ്ങൾ നനഞ്ഞു വന്നു. ഫലപുഷ്ടിയുള്ള നല്ല പഴങ്ങളും എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ചെടികളെല്ലാം വളർന്നുകൊണ്ടിരുന്നു. അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തില്ല. എന്നാൽ ദുഷ്ടത നിറഞ്ഞ ലോകത്തെ നശിപ്പിച്ചു കളയുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് മഴയയച്ച് ഭൂമിയുടെ ഉറവുകളെ പൊട്ടിച്ച് വെള്ളം ഈ ഭൂമിയിൽ നിറച്ച് സകലരെയും കൊന്നുകളയുവാനാണ് ദൈവം തീരുമാനിച്ചത്. പ്രിയമുള്ളവരെ, അടയാളങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവിനോട് ചോദിച്ചു ശിഷ്യന്മാർ, നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്താണ്, പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്ത ഒരടയാളമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അടയാളം യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമുഖത്ത് നടന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്ത ആളുകൾക്ക് നേരെ ദൈവം ന്യായവിധി നടത്തിയെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഇതാ അതേ അടയാളം ഇതാ ഇപ്പോൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ച് ദൈവത്തിനെതിരെ ജീവിക്കുന്ന മനുഷ്യരെയാണ് കാണാൻ സാധിക്കുന്നത്. ദൈവം നിശ്ചയമായിട്ടും ന്യായം വിധിക്കും. ഈ ന്യായവിധിയിൽ നിന്ന് അന്ന് കാലത്ത് ഈ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നോഹ പെട്ടകമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ ഇനി കർത്താവായ യേശു ക്രിസ്തു ഈ ദുഷ്ടതലമുറയ്ക്ക്, ഈ പാപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക്, ന്യായവിധിക്ക് വിധേയരായിട്ടുള്ള ആളുകൾക്ക് ഇന്ന് രക്ഷ നേടുവാൻ ഒരേ ഒരു മാർഗമാണ് ദൈവം വെച്ചിട്ടുള്ളത്. നോഹ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ അടയാളം കണ്ട് രക്ഷയ്ക്ക് വേണ്ടി താൻ ചെയ്തത് മനോഹരമായൊരു പെട്ടകമുണ്ടാക്കി അതിൽ പ്രവേശിക്കുകയാണ് ചെയ്തത് എങ്കിൽ, ഇതാ മനുഷ്യവർഗത്തിന് ഇനി വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന്, പാപിക്ക് വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു മാർഗം, അത് രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയാണ്. നോഹയ്ക്ക് പെട്ടകമാണെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് ഈ അടയാളം ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ഏക വഴി, ഏകവാതിൽ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ലോകത്തിൽ വന്ന ഒരു ഗുരുക്കന്മാരും പറയാത്ത പ്രസ്താവന യേശു ക്രിസ്തു പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ വാതിലാണ്, ഞാൻ വഴിയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ഒരു മനുഷ്യൻ്റെ പാപത്തിന് പകരമായിട്ട് മരിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ അടയാളങ്ങൾ കാണുമ്പോൾ നാം എന്ത് ചെയ്യണം? അടയാളങ്ങളോട് നാം എന്ത് പ്രതികരിക്കണം? ഇതാ നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ അതേ അടയാളം ഈ ഭൂമുഖത്ത് നടക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മളൊരു തീരുമാനമെടുക്കണം. ഇതാ ദൈവത്തിൻ്റെ ന്യായവിധി വരാൻ പോവുകയാണ്. ഈ ന്യായവിധിയിൽ നിന്ന് നമ്മെ എന്നേക്കുമായി മോചിപ്പിക്കുന്ന
ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ പാപത്തിൻ്റെ ശിക്ഷയായ ന്യായവിധി തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചിട്ടാണ് നമ്മളെ ഈ ന്യായവിധിയിൽ നിന്ന് എന്നേക്കുമായി രക്ഷിക്കുന്നത്. കർത്താവ് ചെയ്ത ആ രക്ഷാപ്രവൃത്തിയിൽ, ആ രക്ഷാകരമായ ദൗത്യത്തിൽ ആശ്രയിച്ച് രക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഇതാണ് ഇന്ന് ഈ സമയത്ത് ചോദിക്കാനുള്ളത്. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കിട്ടണം. ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ പോകുന്നുവെങ്കിൽ നോഹയുടെ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ വെള്ളത്തിൽ മുങ്ങിമറിഞ്ഞ് ജീവിതം നഷ്ടപ്പെട്ട ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. നോഹ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നും രക്ഷയ്ക്ക് വേണ്ടി വേറെ തത്വശാസ്ത്രങ്ങളൊന്നുമില്ല. നിങ്ങൾക്കും എനിക്കും പകരമായി കാൽവറിയിലെ ക്രൂശിൽ മരിച്ച ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് രക്ഷ പ്രാപിക്കുക. ഈ അടയാളങ്ങൾ കാണുമ്പോൾ നാം ചെയ്യേണ്ട കാര്യം അതാണ്. അതിനായി ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പോലെ വിമോഹനങ്ങൾ അനുദിനമുയരുന്ന പാപഭൂവിൽ അരുതാത്തതിനിയും ചെയ്തിടാതെ അവിടുത്തെ സന്നിധി അണഞ്ഞുവെങ്കിൽ നാഥ അതിയായുള്ളം കൊതിച്ചിടുന്നു. അരികിലൊന്നണയാൻ ആമാറിലലിയാൻ ആമുറിപ്പാടിൽ ചുംബിക്കുവാൻ ആദികൾ നിറയും നീ നാളുകളിൽ അതിയായുള്ളം കൊതിച്ചിടുന്നു. നാഥാ അതിയായുള്ളം കൊതിച്ചിടുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകി. വചനത്തിൻ്റെ കേൾവിയാൽ ദൈവം നമ്മെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ ദുഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, മനുഷ്യർ ദൈവഭക്തി ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്കും ഭൗതികതയിലേക്കും തിരിയുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയും ശിക്ഷാവിധിയുമാണ് മനുഷ്യനെ കാത്തിരിക്കുന്നത് എന്നുള്ളത് എത്രയും ഭയത്തോടെ നാം ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. എന്നാൽ ദൈവം പാപത്തിൻ്റെ ഫലമായി മനുഷ്യന് നൽകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം തന്നെ മനുഷ്യർക്ക് ഒരു വഴി തുറന്നിട്ടുണ്ട്, ഒരു മാർഗം വെച്ചിട്ടുണ്ട്, ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് എത്രയും ആശ്വാസം പകരുന്ന ഒരു വചനമാണ്. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തു. മനുഷ്യൻ പാപിയാണ്, പാപത്തിൽ വീണവനാണ്, നഷ്ടപ്പെട്ടവനാണ് എന്നുവരികിലും ദൈവത്തിൻ്റെ മകനും മകളുമാകുവാനായിട്ടുള്ള അധികാരം ദൈവം മനുഷ്യനെ വെച്ചിട്ടുണ്ട്. ആർക്കാണ് ആ അധികാരം ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്കാണ്, പുത്രനെ കൈക്കൊള്ളുന്നവർക്കാണ് ആ അധികാരം ലഭിക്കുന്നത്. എന്താണ് പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുക, അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവമൊരുക്കിയതായിരിക്കുന്ന രക്ഷാകര പദ്ധതിയെ അറിയുക എന്നുള്ളതാണ്. എന്താണ് ആ രക്ഷാകര പദ്ധതി? പാപിയായിരിക്കുന്ന മനുഷ്യന് അവൻ്റെ പ്രവൃത്തികൾ കണക്കിടാതെ, അവൻ്റെ പ്രവൃത്തികളുടെ യോഗ്യത നോക്കാതെ, അവൻ ചെയ്തതായിരിക്കുന്ന പാപത്തിൻ്റെ പരിഹാരം
കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നടത്തിക്കഴിഞ്ഞു. മനുഷ്യൻ അനുഭവിക്കേണ്ട ശിക്ഷകൾ അവന് പകരമായി കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ അത് നിവർത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ നോക്കിക്കൊണ്ട് കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന നിമിഷത്തിൽ ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് ഒഴിവുള്ളവരായി തീരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അങ്ങനെ മരണത്തിന് മുമ്പിൽ ഭയപ്പെടുന്നവരെ പോലെയല്ല, മരണത്തിനപ്പുറമുള്ള പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും സ്വർഗീയമായിരിക്കുന്ന അനുഭവത്തിലേക്കും നടന്നു കയറുവാൻ ദൈവം ഇന്ന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനത്തിൻ്റെ കേൾവി നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. പാപിയായിരിക്കുന്ന ഞങ്ങളെ തള്ളിക്കളയാതെ, ഞങ്ങളെ നശിപ്പിച്ചു കളയാതെ വീണ്ടും രക്ഷപ്പെടുവാനും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാനായിട്ടുള്ള സാധ്യത കർത്താവ് ഞങ്ങൾക്ക് വച്ചിട്ടുണ്ട് എന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തു എന്ന് ഞാൻ വചനത്തിൽ വായിക്കുന്നു. കർത്താവെ, അങ്ങയെ കൈക്കൊള്ളുവാൻ, അങ്ങിൽ വിശ്വസിക്കുവാൻ ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും കഷ്ടങ്ങളിലും അതേ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കാൽവരി ബലിയിലേക്ക് നോക്കി അവനെ കൈക്കൊള്ളുവാൻ വിശ്വസിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതോട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യം.